ഹായ് ഫ്രണ്ട്സ്, അപ്പം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കിൻഡർ ജോയ് അൺബോക്സ് ചെയ്താലോ? ഞാനും അൻസിയും ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പം നമുക്ക് അതിനകത്ത് എന്താണെന്ന് കാണാം. മൊത്തത്തിൽ 8 കിൻഡർ ജോയ് ഉണ്ട്. 2 ബോയ്സിൻ്റെ മാരിയോട്, ബാക്കിയെല്ലാം ഗേൾസിൻ്റെ. അപ്പം നമുക്ക് പൊട്ടിക്കാം. ഫസ്റ്റ് 1 എടുത്തു. അപ്പം പൊട്ടിക്കാൻ ഞാൻ നല്ല എക്സൈറ്റഡാണ്. അങ്ങനെ നമുക്ക് തിന്നുന്നത് മാറ്റി വെച്ചിട്ട് മറ്റേത് ടോയ് തുറക്കാം. കിട്ടിയതൊരു കുരങ്ങച്ചാരയാണ്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എന്തുവാണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു താക്കോൽ കണക്കത്തെ സാധനമൊക്കെ. അങ്ങനെ നമുക്ക് ഈ പേപ്പർ തുറന്ന് നോക്കാം, എന്നിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ വയറ്റിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ബനാന തെളിഞ്ഞു വരും. അതാ ഈ സംഭവം. അതിന് ഈ സ്പൂണും എങ്ങനെയുണ്ട്? അങ്ങനെ നമുക്ക് എടുക്കാം. അടുത്തത് ഞാൻ പൊട്ടിച്ചിട്ട് ടോയ് നമുക്ക് തുറക്കാം. ഇതിനകത്തൊരു പെൺകുട്ടിയും പിന്നെ ഒരു ആമയുമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ പേപ്പർ ഇറക്കാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ തല ഫസ്റ്റ് ഫിറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. അൻസ് ഇത് എന്തുവാന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരിടത്തേക്ക് ഈ പൂച്ചയുടെ എന്തെങ്കിലും കിട്ടാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതൊന്നും അല്ലെന്ന് ഒരുത്തിക്ക് മനസ്സിലായപ്പം ഒരുത്തി വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാനാണ് ഈ കാൽ ഇങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്തടെ. അവസാനം ഞാൻ പിന്നെ മാറ്റി ഫിറ്റ് ചെയ്തു. അങ്ങനെ ഇതെന്തുവാന്ന് വെച്ചാൽ ഒരു പെണ്ണ് മുട്ടുകുത്തി നിൽക്കുന്ന അടുത്തൊരാമയും, പിന്നെ ഇതിൻ്റെ കൂടെ 2-3 സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട്. ആമ എന്തോ ആമയുടെ ഫുഡാ, ബാൻഡേജാ, എന്തൊക്കെയോ ഉണ്ട്, തെർമോമീറ്ററാ, അങ്ങനെ ഏതാണ്ടൊക്കെ. ഇനി അടുത്തെടുത്തു നമുക്ക് ടോയ് പൊട്ടിക്കാം. ഇതൊരു ഇത് അൻസയ്ക്ക് ഭയങ്കര സന്തോഷമായതാണ്. ബിക്കോസ് ഇത് പൂച്ചയുടെ കമ്മലായിരുന്നു. ഒരുത്തിക്ക് കമ്മൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം കമ്മൽ തന്നെ കിട്ടിയിരിക്കുന്നു. അൻസയ്ക്ക് ഇത് അവൾ ഫിറ്റ് ചെയ്തോളാമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷെ ഒരുത്തിക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ തന്നു. ഞാനാണ് ഈ പേപ്പറും തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ത് ചെയ്യാൻ? എനിക്കാണെങ്കിൽ ഒരുത്തിയുടെ ചിരി കണ്ടിട്ട് ചിരിയും വരുന്നു. അങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് മേടിച്ച് സ്റ്റിക്കർ എടുത്തൊട്ടിച്ചു. ഒരുത്തിയാണെങ്കിൽ അവിടെ കൈയടിച്ചുകൊണ്ട് ചിരിക്കുക, എനിക്ക് പൂച്ചയുടെ കമ്മൽ കിട്ടിയെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒന്നിൻ്റെ കൊളുത്തെടുത്തിട്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഫിറ്റ് ചെയ്തു. അപ്പുറത്തേക്ക് ഒരുത്തി അതങ്ങ് വന്ന് കൊണ്ടുപോയി. ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ട് അങ്ങ് കൊണ്ടുപോയി. ഇതാണ് കമ്മൽ. ഇതൊരുത്തി പുറത്തോട്ടൊന്നും ഇട്ടുകൊണ്ട് പോകത്തില്ല, എന്നാലും ഒരുത്തിക്കൊരു സന്തോഷം. അങ്ങനെ 2 ഫിറ്റ് ചെയ്തു. ഒരുത്തി തന്നെ ഇട്ട് കാണിച്ചു തരാം. അടുത്ത കിൻഡർ ജോയ് എടുത്തു, പൊട്ടിച്ചു. ഇതൊരു ലവ് ഷേപ്പുള്ളൊരു പെട്ടി കണക്കത്തെ സാധനങ്ങളൊന്നും ഇട്ട് വെക്കാൻ പറ്റത്തില്ല. കുഞ്ഞു മണിയോ വല്ലതും ഇട്ട് വെക്കാം. അത് കണക്കത്തൊരു പെട്ടി. എനിക്കിതെന്തോ ഒരു ചെറുതായിട്ട് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് നല്ല ക്യൂട്ടാണ് കാണാൻ. അങ്ങനെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഞാൻ ആദ്യം ഇത് കയറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. നോക്കുമ്പം വേറെ ഏതോ ഒരു സംഭവം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അങ്ങനെ അതും മാറ്റിയിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു. അകത്തും ഒട്ടിക്കാനുണ്ട് ഒരാമയുടെ. അതും ഒട്ടിക്കാനായിട്ട് എടുത്തു, ഒട്ടിച്ചു. അങ്ങനെ അകത്തുള്ള ആമയുടെ ഒട്ടിക്കാൻ പോയപ്പോൾ എനിക്കെന്തോ മിസ്സിങ് ആയിട്ട് തോന്നി. കിൻഡർ ജോയിൽ നോക്കിയതോ ഒന്നുമില്ല. പിന്നെ ആമയുടെ ഞാൻ അങ്ങ് ഒട്ടിച്ചു.
ഇത് മെറ്റീരിയൽ നേരത്തെ ഫിറ്റ് ചെയ്ത ആ ആമയുടെയും പെണ്ണിൻ്റെയും ഫോട്ടോയാണ്. അങ്ങനെ ആ ഒരു പെട്ടി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത കിൻഡർ ജോയ് എടുക്കാം. അൻസ അത് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ കൊടുത്ത് അവൾ അങ്ങനെ തുറന്നിട്ട് അവൾ പെട്ടെന്നങ്ങ് എടുത്തയാ. ഞാൻ ആ ടൈമിന് ആ പേപ്പറും തുറന്നു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതൊരു മോതിരമായിരുന്നു. അതിൻ്റെ കൂടെ 2 സ്റ്റിക്കർ കിട്ടി അതിനകത്ത് ഒട്ടിക്കാൻ. പക്ഷെ എനിക്കത് ഒട്ടിച്ച് അതിൻ്റെ ഭംഗിയൊന്നും തോന്നിയോണ്ട് ഒട്ടിച്ചില്ല. അത് ഞങ്ങളുടെ കയറത്തില്ലായിരുന്നു. കിന്നി വിരലിലൊക്കെ കയറും, പകുതി വെച്ച് കയറും. അത് പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു കാർട്ടൂണിക് വൈബും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ നല്ല ക്യൂട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ അൻസയെ സ്റ്റിക്കർ ഒട്ടിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ നിഗമനം എടുക്കുക. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അതെടുത്ത് അവിടെ വയ്ക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എടുത്ത് സ്റ്റിക്കറുമായിട്ട് വെച്ചിട്ട് അടുത്ത് എടുക്കുന്നു. ഇതും അൻസ തന്നെ അൺബോക്സ് ചെയ്യുന്നത്. അങ്ങനെ അതിനകത്തൊരു പെൻഗ്വിനായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി പെൻഗ്വിനാന്ന്. ഇതേ സെയിം എൻ്റെ ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറേ ബാൻഡേജിൻ്റെ സ്റ്റിക്കർ, കുറേ ഷേപ്പിൽ ലവിൻ്റെ സർക്കിളിൻ്റെ ഒക്കെ ഷേപ്പിൽ ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്താലും അതായത് ആ പേപ്പർ മസ്റ്റാണല്ലോ. അങ്ങനെ അൻസ പെൻഗ്വിനൊക്കെ ഫിറ്റ് ചെയ്യുന്നു. ഈ ബാൻഡേജ് കാണാൻ നല്ല രസമുണ്ടല്ലേ, 3D ഒരു ലുക്കുണ്ട്. അങ്ങനെ അൻസാൻ്റെ ഈ ചുണ്ടും ഒക്കെ വെച്ചുകൊടുത്ത് എൻ്റെ ദേഹമൊക്കെ വെച്ചുകൊടുത്ത് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഞാൻ മാപ്പ് നോക്കി പറഞ്ഞല്ലോ. ഇതാണ് ടോട്ടൽ ലുക്ക്, അതായത് ഈ പെൻഗ്വിൻ്റെ ലുക്ക്. അൻസാൻ്റെ ഈ സ്റ്റിക്കർ ഇളക്കാൻ നോക്കി, ഞാൻ സമ്മതിച്ചില്ല. ഇനി നമുക്കിതെടുത്ത് വെച്ചിട്ട് അടുത്ത കിൻഡർ ജോയ് പൊട്ടിക്കാം. അടുത്ത 2 ബോയ്സിൻ്റെ മാരിയോടെ. ഞാൻ ഈ മാരിയൊന്നും കാണത്തില്ല, പക്ഷെ ഞാൻ അതിനകത്ത് എന്തുവാണെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അങ്ങനെ നമ്മൾ കിൻഡർ ജോയ് പൊട്ടിച്ച് ടോയ് തുറക്കാൻ പോകുന്നു. എനിക്ക് എന്തുവാന്ന് എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു കീ ചെയിനായിരുന്നു, അതിനകത്തുള്ള ചെടിയുടെ കീ ചെയിന്. നമുക്ക് സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഇത് പൊട്ടിച്ചു. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇതെന്തുവാന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് ഏതൊരു പെട്ടി എന്തുവാണ്. പിന്നെ ഈ സ്റ്റിക്കറൊക്കെ കണ്ട് പടമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എന്തുവാ സംഭവം എന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആ ചെടി എടുത്ത് ഒട്ടിക്കുന്നു. എനിക്ക് പക്ഷേ ഇതെങ്ങനെ കയറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ മാപ്പിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ കത്തി ഇങ്ങനെ ചുറ്റി കയറ്റാന്ന്. അടുത്തൊരു കീ ചെയിൻ തന്നെ. അങ്ങനെ ഇതെങ്ങനെ ഉണ്ട്? ഞാനിത് നോക്കി തുറക്കാൻ പറ്റിയൊന്നും പറ്റത്തില്ല. അങ്ങനെ അതും എടുത്ത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് 1 എടുക്കാം. നമുക്ക് ഇത്രയും തിന്നാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കിൻഡർ ജോയ് എടുത്ത് പൊട്ടിക്കാം. അങ്ങനെ അത് പൊട്ടിച്ച് ഞാൻ ഒരു പേപ്പർ തറന്നു. അത് കീ ചെയിനായിരുന്നു. എനിക്ക് അതിൻ്റെ ഈ തൂക്കുന്ന സംഭവമൊക്കെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതിൻ്റെ ബെൽറ്റാണോ എന്നാണ്. പിന്നെ ഞാൻ നോക്കുമ്പം വേറെ ഒരു പേപ്പർ കണക്കൊരു സംഭവം, പിന്നെ വേറെ ഏതാണ്ടൊക്കെ. പിന്നെ ആ പിക്ചറിൽ കണ്ട കണക്കേത് ഏകദേശം എന്തൊക്കെയോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കീ ചെയിനാന്ന്. പക്ഷേ ഇതെങ്ങനെ കയറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഏതാണ്ടൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ഞാൻ അവസാനം കയറ്റി. ഇതെന്തോ ഒരു ഡൗട്ടിൻ്റെ ചിഹ്നം അങ്ങനെ ഏതാണ്ടുള്ളൊരു കീ ചെയിനാണ്. ഈ മാരിയോടെ അതിനകത്തുള്ള വല്ല സംഭവമായിരിക്കും, ഐ ഡോണ്ട് നോ.
എന്തായാലും ഈ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയത്, ഒരു ചോദ്യം മാർക്കിൻ്റെ ചിഹ്നം. അങ്ങനെ അതും നമുക്കെടുത്ത് വെച്ചിട്ട് ടോട്ടലി കാണാം. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമുക്കിത്രയും എല്ലാ സാധനവും കിട്ടി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പെണ്ണിനെ, അൻസയ്ക്കാണ് ഈ പൂച്ചയുടെ കമ്മലും. അങ്ങനെയുണ്ട് കാണാൻ ഫുള്ളും. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ അവസാനിച്ചു. താങ്ക് യു.